പേരാവൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു ആക്ഷേപം ഇടതുമുന്നണിയിൽ നിന്ന് അവിടെ വിമതനായി നിന്ന് ടി കെ ഗോവിന്ദൻ ഉന്നയിച്ചത് ശൈലജ ടീച്ചർ അവിടെ കൊണ്ടുപോയി ഇട്ട് തോൽപ്പിക്കാനാണ്, അത് ശരിപ്പെടുത്താനാണ് എന്നൊരു പ്രയോഗം അങ്ങനെ പറഞ്ഞു. പക്ഷേ ശൈലജ ടീച്ചർ പിന്നെ ഇതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ശൈലജ ടീച്ചർ പറഞ്ഞത് മത്സരിച്ച് ജയിക്കാം, അവിടെ ഒരു വലിയ അത് കിട്ടാതെ ഇരിക്കുന്ന സ്ഥലത്ത് നല്ലൊരു മത്സരം കാഴ്ചവെച്ച് ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. ഏതായാലും വലിയൊരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായി പേരാവൂർ മാറും, അതിനകത്ത് തർക്കമൊന്നുമില്ല. എന്തായാലും നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടത് നമ്മുടെ മുകേഷ് പണ്ട് അവതരിപ്പിച്ച ഒരു സിനിമയുടെ ഒരു പരിപാടിയുടെ പേരായിരുന്നു ഡീൽ ഓർ നോ ഡീൽ. അപ്പോ കേരളത്തിൽ നോ ഡീൽ ഉണ്ട് എന്ന് ആഷ്മി കരുതുന്നുണ്ടോ? SK എന്ന് പറഞ്ഞാൽ ഇനി ഇന്നേക്ക് 18-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. അപ്പൊ ഇനി സ്ഥാനാർത്ഥി ചിത്രങ്ങൾ ഏതാണ്ട് വ്യക്തമാവുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മങ്കടയിലെ സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ ഇപ്പോഴും LDF വ്യക്തതയില്ല എന്ന് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി കാര്യങ്ങൾ ബാക്കിയെല്ലാം ഒരു സ്ഥാനാർത്ഥികളാവുന്നു. ഇനിയിപ്പോ ഇലക്ഷൻ നറേറ്റീവ് അജണ്ട സെറ്റ് ചെയ്യലാണ്. അജണ്ട സെറ്റ് ചെയ്യലാണ് ഈ പറഞ്ഞ ഡീൽ എന്നുള്ള ആരോപണമായി പ്രതിപക്ഷ നേതാവ് രംഗത്തിറങ്ങുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പാലക്കാട് മണ്ഡലത്തെ മുൻനിർത്തി ബാക്കി 10 മണ്ഡലങ്ങൾ കൂടി ഡീലിന്റെ വെടിപൊട്ടിച്ചത് VD സതീശനാണ്. കേസ് തുടങ്ങി അത് പിന്തുടർന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഒരു ഇലക്ഷൻ അജണ്ടയാക്കി മാറ്റുകയാണ്, ആ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നിപ്പോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം അതിനോട് പ്രതികരിക്കുന്നു. അപ്പൊ അങ്ങനെ UDF മുന്നോട്ട് വെക്കാനുള്ള ഇലക്ഷൻ അജണ്ട ഇവിടെ CJP സഖ്യം ഇവിടെയുണ്ട്. ഇവിടെ CPM ജയിപ്പിക്കാൻ BJP കൈകോർക്കുന്ന ആരോപണം. അതിന് MV ഗോവിന്ദൻ പറയുന്ന മറുപടി PD പറയുന്നൊക്കെ നുണയാണ്, ആ നുണകളിൽ പെട്ടൊന്നും മാത്രമേ ഉള്ളൂ. അതൊരു നറേറ്റീവാണ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ്, അത് അയാൾ നുണ മാത്രം പറയുന്ന ആളാണെന്നുള്ള CPM നറേറ്റീവ് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നറേറ്റീവുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ തീപാറും ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കാണ്.